കാപ്പിപ്പൂ നിന്ന് പാകമായിട്ടാണ് ഇത് കൊത്തി. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട്. അച്ചായിയുടെ സ്വന്തം നാട്ടില് ഇടുക്കിയിലാണ് നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ ഇടുക്കിയിലെ അച്ചായിയുടെ വീടിന്റെ ഫ്രണ്ടിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. തേയിലത്തോട്ടമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് അച്ചായിയുടെ വീട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. രാവിലെ 7 മണിക്കുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നല്ല മഞ്ഞാണേ. അപ്പം നമ്മുടെ കൊല്ലത്തൊക്കെ ആണെങ്കിൽ 7 മണിക്ക് പറയണ്ടല്ലോ, അടുക്കള വീട്ടമ്മമാർ ഉരുകുമായിരിക്കും അല്ലേ. പക്ഷേ ഇടുക്കിയിൽ നല്ല സൂപ്പർ മഞ്ഞും നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ പല്ല് തേക്കാനൊക്കെ ആയിട്ട് ആറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. അച്ഛാ ഇതേ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ എവിടെയാണോ പല്ല് തേക്കുന്നത്? ഇടുക്കി കൊല്ലം ജില്ലയിൽ തൈക്ക് 250 രൂപയ്ക്ക് മേടിക്കുന്ന സാധനമാണ്. എനിക്ക് 36 വയസ്സായി. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഈ സാധനം ഇവിടെ നിൽപ്പുണ്ട്. ഇതുണ്ട് ഇവിടെ. ഇപ്പൊ ഇതിന്റെ പേര് ബൊഗൻവില്ല. ഇതിന്റെ ഇപ്പത്തെ പേര് ബൊഗൻവില്ല. ഞങ്ങളുടെ അവിടെ ഇതിനെ പണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലാസ റോസ. അതാ കടലാസ റോസ. അപ്പോൾ നമുക്കൊക്കെ കൊല്ലക്കാർ വെയിലുണ്ട്. നമ്മൾ ഈ സമയമാകുമ്പോഴേ നമുക്ക് അടുക്കള ചെയ്യുന്ന ചൂടല്ലേ. ഇവിടൊക്കെ മഞ്ഞ് തണുപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കിയത്. ഇത് ആറ്റിലെ വെള്ളം കുറവാണ് ആറ്റിൽ. പ്രളയമൊക്കെ പക്ഷെ പ്രളയമായാലും മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇല്ല, പാറയെല്ലാം കവിഞ്ഞൊഴുകും കേട്ടോ കൂട്ടുകാരെ. ഞങ്ങളെ അങ്ങോട്ട് ഇറങ്ങാൻ പോവുക കേട്ടോ. ഇല്ല, നോക്കി ഇറങ്ങണത്. അച്ഛൻ ഇറങ്ങുന്ന കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ അച്ഛ ഇറങ്ങുന്നത്? ഇവരൊക്കെ ഇവിടെ കളിച്ച് വളർന്നവരല്ലേ. അങ്ങനെ അച്ചായി ആദ്യമേ ഇറക്കി എന്തിനാന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഞാനഥവാ വീണ് പോയാൽ എന്നെ പിടിക്കാൻ ഒരാൾ വേണം. കാരണം നമ്മൾ കൊല്ലത്ത് സിറ്റിയിലാണ് ജനിച്ച് വളർന്നത് കേട്ടോ. ഞാൻ സിറ്റിയിലാണ് ജനിച്ച് വളർന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുഴയിലോട്ടോ ഇതുപോലുള്ള സ്ഥലങ്ങളിലോട്ടോ ഇടുക്ക് വഴിയിൽ നിന്ന് ഇറങ്ങി എനിക്ക് ശീലമില്ല. പിന്നെ ശീലം ഇപ്പോൾ ആയെന്ന് പറഞ്ഞാൽ ഇടുക്കിയിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, കൊല്ലത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ അമ്മയും സഹോദരങ്ങളെയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ വർഷത്തിൽ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജോലി അതുകൊണ്ടാണ് നമുക്കങ്ങനെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ എനിക്ക് പുഴയിലൊക്കെ ഇറങ്ങുന്നത് വലിയ ഇഷ്ടമാണ്. അങ്ങനെ പല്ല് തേക്കുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛാ ഇവിടെ പറയും വാ നമുക്ക് തുണി കഴുകാൻ പോവാം, പല്ലൊക്കെ തേക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരും കേട്ടോ. അമ്മയൊക്കെ കഴുകാൻ വരുവാണെങ്കിൽ ഞാൻ വരും. അപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു സന്തോഷമാണ്. കാര്യം നമ്മൾ കാണാത്ത ഒരു കാഴ്ച കാണുമ്പം അതിമനോഹരമല്ലേ. നമുക്കും ഭയങ്കര മഴക്കാലമായി ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അമ്മാതിരി വെള്ളവും. അച്ചായിയുടെ വീട്ടിൽ നമ്മൾ കിടന്ന് ഉറങ്ങത്തില്ലേ, അന്നേരം നമുക്ക് കട്ടിലേക്ക് കിടക്കുമ്പം തന്നെ ആ വെള്ളം ഇങ്ങനെ തിരമാല അടിക്കുന്ന പോലെ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാമേ. ഇനി അച്ചായി കുളിക്കുവാണ് കേട്ടോ. ണെങ്കിൽ നല്ല രീതിയിൽ നീന്താൻ അറിയാം കേട്ടോ. നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ജന്മനാട്ടിൽ വരുമ്പോൾ എങ്ങനെയായാലും നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ അച്ചായി എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടെങ്കിലും എത്ര ആഴം ഉണ്ടെങ്കിലും നീന്തും കേട്ടോ. നല്ല പല പൊസിഷനിൽ കിടന്നൊക്കെ നീന്തും. ഇപ്പം വെള്ളം ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം അച്ചായിയുടെ മുഖഭാവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്ന പാറകളെല്ലാം മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോകും കേട്ടോ. അത്രയ്ക്ക് വെള്ളമായിരിക്കും വരുന്നത്. കണ്ടില്ലേ അച്ചായിക്ക് ആ ഉള്ള വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ എന്തൊക്കെ കാണിക്കുക അതൊക്കെ കാണിക്കുവാണേ. പോയി പോകരുത്. ഈ കാണുന്നതാണ് അച്ചായിയുടെ അഭ്യാസ പ്രകടനങ്ങൾ. സൂര്യൻ്റെ അങ്ങ് മീതെ ഉദിച്ചു വരികയാണ് കേട്ടോ. അതെ, മലകളും താണ്ടി സൂര്യൻ വരുന്നു. അതിന് താഴെ ഒരു തിരുമേനി കുളിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു എരപ്പ് കേൾക്കുന്നത് അത്രയും ശക്തമായിട്ട് വെള്ളം കുറവാണെങ്കിലും ഒഴുകുന്നതിൻ്റെയാണ് കേട്ടോ. ആ സൗണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. പ്രകൃതിയിലെ സൗണ്ടല്ലേ, കിടക്കട്ടെ. അങ്ങനെ കുളിയെല്ലാം സുഖകരമായി കഴിഞ്ഞ് നല്ല ശാന്തമായി പ്രകൃതിയിൽ നിന്ന് അച്ചായി ഇങ്ങനെ തോർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കും കുളിക്കാൻ ആഗ്രഹം, പക്ഷേ നീന്താൻ അറിയത്തില്ലല്ലോ, അതാണ് രസം. അച്ചായിയുടെ ശരീരം മൊത്തം ചൂടൂരുമായിരുന്നു കേട്ടോ. ഇപ്പതേ ഇവിടെ വന്ന് ആ തണുപ്പും അടിച്ച് ആ വെള്ളത്തിലൊന്ന് കുളിച്ചപ്പോഴത്തെ ഇത്തിരി കുറഞ്ഞല്ലേ അച്ചായി? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു. കണ്ടോ, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുമ്പോൾ ഉള്ളൊരു ഗുണം. അപ്പം അച്ചായി കുളിയെല്ലാം കഴിഞ്ഞ് തോർത്ത് കഴുവാണ് കേട്ടോ. ഞാൻ കഴുവാന്ന് പറഞ്ഞിട്ട് എന്നെ സമ്മതിക്കുന്നില്ല കഴുവാനായിട്ട്. അവൻ എന്താ ഓടുന്നേ.
ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ശംഭുക്കുട്ടൻ ഓടിയതാണ് നിങ്ങളാ കണ്ടത് കേട്ടോ. ഇതാണ് അച്ചായിയുടെ ഇളയ അനിയൻ. ഇവർ 3 സഹോദരങ്ങളാണ്, 3 മക്കളാണ് കേട്ടോ. മൂത്തത് ചേട്ടൻ, രണ്ടാമത് അച്ചായി, ഇളയതാണ് ചിക്കു. അപ്പോൾ ചിക്കുവിൻ്റെ ഇളയ അനിയൻ്റെ 2 മക്കളാണ് മോളും മോനും. ഒരാളിതേ അതിലേക്കൂടെ ഓടിപ്പോകുന്ന കേട്ടോ കേട്ടോ. അതാണ് അനു. അതാരാന്ന് ചോദിച്ചാൽ അച്ചായിയുടെ ചേച്ചിയുടെ മോനാണ് കേട്ടോ. അപ്പം ഇവരെല്ലാവരെയും കൂട്ടി നമ്മൾ ഒരുക്കി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിൽ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകൃഷ്ണൻ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ കുറച്ച് വീടുകൾ കണക്ക്, അതൊക്കെയാണ് ലയം. അവിടെ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ മുകളിലുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കിൽ അനിയൻ്റെ വൈഫും കുട്ടിയും ഞങ്ങളെല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അച്ചായിയാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ താണ്ടെ മുകളിൽ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലെത്തി. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും ആദ്യമായിട്ട് വന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണൻ്റെ അമ്പലം തന്നെയായിരുന്നു. നല്ലൊരു കൊടിമരമാണ്, നല്ല രസമാണ്. ആ പച്ചപ്പിൽ ഇങ്ങനെ സ്വർണ്ണ കൊടിമരം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അങ്ങനെ അവിടുന്ന് തൊഴുത് ഇറങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്നതിനാണെങ്കിൽ ഞാൻ ഒരു ക്ഷേത്രങ്ങളിലെയും അകത്ത കാഴ്ചകൾ എടുക്കാറില്ല, അത് ശരിയല്ല. അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി നേരെ ചപ്പാത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ അയ്യപ്പൻ്റെ അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഇവിടാണ് ചേട്ടൻ നിൽക്കുന്നത്. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ മറന്നുപോയി. അങ്ങനെ അയ്യപ്പൻ്റെ അമ്പലത്തിലെല്ലാം പോയി തൊഴുത് വന്നിട്ടോ. നല്ല മനോഹരമായ ക്ഷേത്രമാണ്, ഒരുപാട് പൂക്കൾ കൊണ്ടുള്ള നല്ലൊരു ക്ഷേത്രം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് അനിയത്തിയും ഞാനും മക്കളും ഒക്കെ ആയിട്ട് കുറച്ച് തേയിലക്കാട്ടിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഷോർട്സിലും ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് അച്ചായിയുടെ വീട്, കണ്ടല്ലോ. ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതേ നേരെ വീട്ടിലേക്ക് ഡ്രസ്സും എല്ലാം മാറി ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി വൈകുന്നേരമായി കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു കൊല്ലത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കുറച്ച് മാങ്ങ പറിച്ചാലോ മക്കളെ എന്നും പറഞ്ഞത് ഞങ്ങൾ നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം അച്ചായിയുടെ പറമ്പുകളാണ് കേട്ടോ, അവരുടെ വീട്ടിലെ പറമ്പുകളാണ്. അങ്ങനെ അവിടെ കുറച്ച് മാങ്ങയുള്ളായിരുന്നു. ഉള്ള മാങ്ങകൾ എന്തായാലും അച്ചായി പറിച്ചിട്ടുണ്ട് കേട്ടോ. ആ സന്തോഷമാണ് കാണിക്കുന്നത്. പിന്നെ ശംഭുക്കുട്ടൻ മിടുക്കനായ മോനാണ് കേട്ടോ. അവനെല്ലാം എല്ലാ പിള്ളേരെ കണക്ക് ശല്യങ്ങളോ കുരുത്തക്കേടോ ഒന്നുമില്ല. നമ്മൾ പറയുന്ന എല്ലാം അവൻ അതുപോലെ അനുസരിക്കും കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ പേരൻസിനെയും പറയണം കേട്ടോ. അവർ പഠിപ്പിക്കുന്നത് ശീലമാണ്, ആ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന നമ്മൾ പറയുമല്ലോ. അപ്പം അമ്മ കുറച്ച് മാങ്ങ താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതെല്ലാം പോയി പറക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് ഇത്രയും മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. ആണോ? അല്ലേ? ഓക്കെ. നമ്മളെ പറമ്പിൽ നിന്നൊക്കെ മാങ്ങ പിച്ചിയപ്പോൾ നമുക്ക് അതിന് വേണ്ടി കിട്ടിയില്ലല്ലോ, നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അവരുടെ പറമ്പിൽ നിന്ന് കുറച്ച് മാങ്ങ പിച്ചാനായിട്ട് വന്നേക്കുവാണേ. ഇപ്പോൾ അതേ ശംഭുക്കുട്ടൻ ഇറങ്ങിപ്പോകുന്ന ഈ വഴികളിലൊക്കെ വെള്ളപ്പൊക്കം, നമ്മൾ ഒരുപാട് മഴ പെയ്ത് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴേക്ക് വന്ന് കുറച്ച് മാങ്ങ പിച്ചുവാണ്. ഇനി നിങ്ങൾ വ്ളോഗിൽ കാണാൻ പോകുന്ന എൻ്റെ സൗണ്ട് ആയിരിക്കത്തില്ല, ശംഭുക്കുട്ടനായിരിക്കും. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വ്ളോഗ് ഒന്ന് കണ്ടു നോക്കട്ടോ, നല്ല രസമാണ് അവൻ്റെ സംസാരം കേൾക്കാൻ. ഞാൻ ഇതുപോലെ ഇടാൻ നോക്കോ. മാവ് കൊടുക്കുവാണ്, അയോപ്പ മാവ് ഇടുക, പിങ്കിയുമ്പോ അത് പടക്കുക ഇടുക പടക്കുക. എൻ്റെ അമ്മയെ എൻ്റെ കത്ത് ഇനി അടുത്ത ആളെ കാണിച്ചായ പറഞ്ഞു ആണ് എൻ്റെ അയ്യോപ്പ. നീ അടുത്ത ആളെ കാണിച്ചായ അമ്മയും കാത്തുപോകും. കാത്തുവിനെ താഴെ ഇരിപ്പിച്ചുമാണ് ഞാൻ കാണിച്ചു തരാം. അത് താഴെയാ വീഡിയോ എടുത്തത്. പൂക്കള് ചെടി ഒത്തിരി ചെടില്ല. ആ വീട് മാവ് പറക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടോണ്ടിട്ട്. ഒരാളെ എപ്പത്ത് നിൽക്കുന്നുണ്ട്, ഒരാളെ താഴെ പറക്കുക. അരോപ്പയാ താഴെ പറക്കുന്നത്, പിങ്കിയമ്മയാ മേളിൽ പറക്കുന്നത്, പിന്നെ അമ്മയും മേളിൽ പറക്കുക. കുഞ്ഞമ്മ അവിടെ ആ വീട് ഓരോപ്പം പിന്നെയും ഇതും പോന്ന് ആച്ചി പോയാ ആച്ചി പോന്ന് ആച്ചി മാവീട ആ വീട് എടുത്തായ
അമ്പുവിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കമന്റ് ഇടാൻ മറക്കല്ലേ. ഇത് അപ്പുറത്തെ വീട്ടിൽ നമ്മളെ മാങ്ങ വെച്ച വീട്ടിൽ അമ്മയാണേ. കുഞ്ഞാവയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുവാണേ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന പിള്ളേരുടെ കൂടെ കളിക്കുന്ന എന്നെയാണ് കേട്ടോ. പിന്നെ പിള്ളേർക്ക് ഞാൻ വലിയമ്മച്ചിയൊക്കെ ആണെങ്കിലും അവിടെ ചെന്നാൽ ഇവരുടെ കളിക്കൂട്ടുകാരാവാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. എനിക്ക് കൊച്ചു പിള്ളേരുടെ കളിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ശംഭുക്കൂട്ടം വണ്ടി ഓടിക്കുകയാണ്, ഞാനും വണ്ടി ഓടിക്കുമ്പോൾ ഇടിക്കും ഞങ്ങൾ തമ്മിൽ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന കുറച്ച് രസകരമായ നിമിഷങ്ങളാണ് ഞങ്ങൾ കളിക്കുന്നത്. അങ്ങനെ അതിനിടയ്ക്ക് പൊന്നു അനിയത്തി പോയി കുറച്ച് ടാങ്കൊക്കെ കളിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതുമൊക്കെ കുടിച്ച് ഇതേ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നല്ല മഴ. ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മനസ്സിൽ എന്ത് ശാന്തതയായിരുന്നു അറിയാവോ. ഇറന്നും കൊണ്ടല്ല, കൊല്ലത്തെ വെയിൽ കൊണ്ട് മടുത്താണ് നമ്മൾ അച്ചായിയുടെ നാട്ടിലേക്ക് വന്നപ്പോൾ മഴ കണ്ടു, സന്തോഷമായി. അങ്ങനെ ദേ വൈകുന്നേരം ഒരു രാത്രി 8 മണി അനിയനൊക്കെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ ഇത് മാമൻ്റെ മോൻ കേട്ടോ, അച്ചായിയുടെ മാമൻ്റെ മോനാണിത്. മൂത്ത ആളാണ്, അവർ 3 പേരാണ്. ഇത് മൂത്ത ആളാണ് അനു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് വല്ലപ്പോഴല്ലേ നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അച്ചായിയും ഞങ്ങളെല്ലാവരും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുവാണ് കേട്ടോ. ഇനി ഓരോരുത്തരായിട്ട് ഇരിക്കുക. അപ്പോൾ അനുവിൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ്, അനു വീഡിയോ എടുക്കുകയാണ്, എല്ലാവരും നോക്കിക്കോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ശംഭുക്കുട്ടൻ ചോദിക്കുവാണ്, അപ്പാമ്മ എപ്പോഴാണ് അപ്പാമ്മയെ പാപ്പം കൊണ്ടുവരുന്നത്, എനിക്ക് വിശക്കുന്നു എന്നൊക്കെ പറയണേ. അപ്പം ചേട്ടൻ ഈ വീഡിയോക്ക് എത്തില്ല കേട്ടോ, കാര്യം ചേട്ടൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അമ്പലത്തിൽ തന്നെയാണ്. അപ്പോൾ അനിയത്തിയും കുഞ്ഞുമാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിത് പിറ്റേ ദിവസമായപ്പോഴത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മ. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കാണുന്ന ഒരു കുഞ്ഞു യൂട്യൂബറെയാണ്, ഭാവിയിൽ യൂട്യൂബറായിട്ട് അവനെ കാണാം നമുക്ക് കേട്ടോ. അപ്പം അവനാണെങ്കിൽ അച്ചായിയുടെ ഫോൺ എടുത്തിട്ട് ചേച്ചി അമ്മ വീഡിയോ എടുക്കുവാണല്ലോ എന്നും പറഞ്ഞത് അവനും പോയി അവൻ്റെ അപ്പാമ്മ എടുത്ത് പോയി വീഡിയോ എടുക്കുവാണ് കേട്ടോ. അപ്പാമ്മയെ നമ്മളിവിടെ കൊല്ലക്കാർ അച്ഛൻ്റെ അമ്മ അച്ചാമ്മയെന്ന് വിളിക്കും, അവിടെ അവർ അപ്പാമ്മയെന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഇടിയപ്പമാണ്. അപ്പോൾ അമ്മ എല്ലാ സാധനങ്ങളും ഒട്ടുമിക്ക സാധനങ്ങളും അമ്മ എവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അച്ചായിയുടെ വീടിൻ്റെ അകത്ത് നിന്നൊരു കാഴ്ച. ഇനി നമ്മൾ ഇടുക്കി പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ഹോം ടൂറൊക്കെ എടുക്കാമേ. ഇന്ന് അതിനുള്ള സമയങ്ങളും സൗകര്യങ്ങളും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഒന്നാമതെ കുഞ്ഞു വാവ ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കാനായിട്ടൊന്നും പോയില്ല. നമ്മളെ വീഡിയോ എടുത്ത് സംസാരിക്കുമ്പം സൗണ്ട് കാണുമല്ലോ. അപ്പോൾ ഈ സമയം കൊണ്ട് TV ഒക്കെ ഇട്ട് അച്ചായി ഇങ്ങനെ വിശാലമായിട്ട് കിടന്ന് സിനിമയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശംഭുക്കുട്ടൻ ഞങ്ങൾ പോകുന്നതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ നിൽക്കുവാണേ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അച്ഛൻ, അവിടുത്തെ അച്ഛനാണത് കേട്ടോ. കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകാനായിട്ട് ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകാനൊക്കെ ഇറങ്ങുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ശംഭുക്കുട്ടൻ്റെ സങ്കടമൊക്കെ ആയതുകൊണ്ട് എടുത്തില്ല ഞാൻ. ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മയും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ജോലി ചെയ്യുന്ന എസ്റ്റേറ്റിലാണ്. അപ്പോൾ ഇന്ന് അമ്മ ലീവ് പറയാനായിട്ട് എസ്റ്റേറ്റ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. കുറച്ച് ദൂരമുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പം അമ്മ അങ്ങോട്ട് പോയ നേരത്തിന് ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ കാപ്പിക്കാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ? കൂട്ടുകാരെ, നിങ്ങൾ ഈ കാണുന്നത് കാപ്പിക്കാടാണ് കേട്ടോ. ഫുള്ളും കാപ്പി മരങ്ങളാണ് ഈ നിൽക്കുന്നത് കേട്ടോ. കാപ്പിയുടെ കുരുക്കൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കുരുക്കളെന്ന് പറഞ്ഞാൽ ഇതേണ്ടേ, ഇതാണ് കാപ്പിയുടെ കുരു, കണ്ട. കാപ്പിയുടെ പൂവെന്ന് പറഞ്ഞാൽ ഇതാണ് കാപ്പി പൂവ്. ഇത് അച്ചായിയുടെ സ്വന്തം നാട് ഇടുക്കിയാണ്. അപ്പൊ അതെ അച്ചായി കാര്യങ്ങളാണ്. എന്തോ അച്ചായി ഇത്? ഇതാണ് കാപ്പിപ്പൂവ്. കാപ്പിപ്പൂ നിന്ന് പാകമായിട്ടാണ് ഇതാ ഇങ്ങനെ ആകും. ഇത് കാപ്പിപ്പൂ. ഇത് കാപ്പിപ്പൂ. നമ്മള് കൂട്ടുകാരെ നിങ്ങൾ ഓർക്കണം, നമ്മൾ കുടിക്കുന്ന കാപ്പിപ്പൊടിയുടെ കഥയാണിത്. ഇത് കാപ്പിപ്പൂവ്. ഈ കാപ്പിപ്പൂ നിന്ന് ഇങ്ങനെ ആകും. ഇങ്ങനെ ആയിട്ട് ഇതിന്റെ ഈ മൊട്ട് ഇത് പോയിട്ട് ഇത് ഇങ്ങനെ ആവും. ഇങ്ങനെ ആയിട്ട് പിന്നെ ഇങ്ങനെ ആയിട്ട് പിന്നെ ഇത് നല്ല പഴുക്കും. നല്ല പഴുത്ത് കഴിയുമ്പോഴത്തേനാണ് പറിച്ച് ഉണങ്ങി കുത്തി അതിന്റെ പുറത്തെ തൊലി കളഞ്ഞിട്ട് അതിനകത്ത് പരിപ്പാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അച്ചായി പറഞ്ഞപ്പോൾ. എനിക്കിതിനെപ്പറ്റി വിശദമായിട്ട് പറയാനൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ പോയി ലീവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പോയിട്ട് വരാം. എല്ലാവരും പോയി ടാറ്റ കൊടുക്കും. ഓക്കെ. അങ്ങനെ അമ്മയെ ഞങ്ങൾ കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ അമ്മയെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ടല്ല കൊണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം മാത്രം അമ്മയെ അങ്ങോട്ട് ആക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോകാൻ വഴികളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വഴി കൂടെ അമ്മ അങ്ങ് പോയിക്കോളും. നമ്മളാണെങ്കിൽ കൊല്ലത്തേക്ക് ദാണ്ട യാത്ര തുടങ്ങിയിരിക്കുകയാണ് അമ്മയൊക്കെ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. ഒരു 10 മണിയെങ്കിലും ആയിട്ടുണ്ട്. എന്നിട്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ കൊല്ലത്തെ ചൂട് ഞാൻ പറയണ്ടല്ലോ, പിന്നെയും പറയാൻ നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ. ചൂടിൻ്റെ അത്രയും കാഠിന്യമുള്ളതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഏലപ്പാറ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇടുക്കിയിൽ
വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് പ്രശ്നമില്ല, പക്ഷേ തിരിച്ച് വരുമ്പോഴാണെങ്കിൽ ചുരം ഇറങ്ങണമല്ലോ, ഈ വളവും തിരിവും ഒക്കെ ആയി എനിക്ക് വലിയ ബുദ്ധിമുട്ടാട്ടോ, ഒരു രക്ഷയുമില്ല. അങ്ങനെ നമ്മൾ ഏലപ്പാറയെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വരാൻ നേരത്ത് നല്ല അടുക്കി വെച്ചേക്കുന്ന പോലെ കുറച്ച് തേയിലത്തോട്ടം കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ അച്ചായി എടുത്ത് പറഞ്ഞു, അച്ചായി നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത്. അങ്ങനെ അമ്മയാണെങ്കിൽ അങ്ങനെ ഒരുവിധപ്പെട്ട സ്ഥലത്തൊന്നും ഫോട്ടോ എടുക്കാൻ ഇറങ്ങത്തില്ല കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അമ്മയും കൂടെ ഇറങ്ങും, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ എടുത്ത ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ നമ്മുടെ ഷോർട്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാവരും ഒന്ന് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക. അങ്ങനെ അമ്മയുടെ വീഡിയോ എടുപ്പും ഫോട്ടോ എല്ലാം കഴിഞ്ഞപ്പോഴത്തെ അമ്മ പറഞ്ഞു, അയ്യോ ഞാൻ മടുത്തേ, ഞാൻ പോയിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വളഞ്ഞെങ്ങാനും എത്തിയിട്ടുണ്ട് കേട്ടോ. വളഞ്ഞെങ്ങാനും നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കാണാം മഴക്കാലത്ത് എന്തോരം വെള്ളമാണെന്നേ. ഇപ്പോഴേ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ അച്ചായിയുടെ വീട്ടിൽ നിന്നും നമ്മുടെ കൊല്ലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇടുക്കിയിൽ നിന്നും നേരെ കൊല്ലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ വീട്ടിലെത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് വ്ളോഗ് എൻഡ് ചെയ്യാവേ. നമ്മൾ വീടിന്റെ വാതിലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൂട്ടിയിട്ടാണല്ലോ പോയത്. അങ്ങനെ പൂട്ടുമൊക്കെ തുറന്ന് ഗേറ്റ് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്തത് നമ്മളെ അഥവാ മഴയെങ്ങാനും പെയ്താലോ എന്ന് ഓർത്ത് സ്കൂട്ടർ എടുത്ത് ഞാൻ കാർ ഷെഡിൽ വെച്ചിട്ടാണ് പോയത് കേട്ടോ. പിന്നെ എന്തായാലും അച്ഛയ്ക്ക് കാറ് കയറ്റണമല്ലോ, അതുകൊണ്ട് സ്കൂട്ടർ എടുത്ത് മാറ്റിക്കൊടുത്തേ. സ്കൂട്ടർ മാറ്റിയപ്പോഴത്തേതാണ്ട് നമ്മുടെ എക്സ്ട്രാ സുന്ദരി കുട്ടി കയറി വരുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ യാത്രയാണ്. അവളെ വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ പുതിയ വണ്ടി എടുത്തതിന് ശേഷം ലോങ് ട്രിപ്പ് ആദ്യമായിട്ട് അച്ചായിയുടെ വീട്ടിൽ തന്നെ പോയി. എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കൊണ്ടുപോയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം വണ്ടിക്കകത്ത് നിന്ന് അച്ചായി എടുത്ത് പുറത്തോട്ട് വെക്കുന്നതാണ് കേട്ടോ. കാണിച്ചു തരാം. അച്ചായി, ഡ്രൈവിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നോ? അപ്പോൾ എക്സ്ട്രനെ കുറിച്ച് 2 വാക്ക് പറയാം. സൂപ്പറാണ്. ഇടുക്കി വരെ പോയിട്ടും മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പോൾ ഇടുക്കി നമുക്ക് അമ്മ എന്ത് തന്നു വിട്ടേക്കുന്നേ? അപ്പോൾ ഇടുക്കി ഞങ്ങൾക്ക് അമ്മ താണ്ടെ തന്നു വിട്ടേക്കുന്ന ഒരച്ചാക്ക് മാങ്ങയാണ് അമ്മ തന്നു വിട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ മാങ്ങ മാത്രമല്ല വടക്കം പുളിയുണ്ട്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും അമ്മ ഞങ്ങൾക്ക് തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങ പിച്ചുന്ന വ്ളോഗൊക്കെ നിങ്ങൾ കാണണം, ഇല്ലേ അച്ഛേ? നിങ്ങളിത് കണ്ടാൽ വിചാരിക്കും ഞങ്ങൾ വല്ല മലേഷ്യയിലും പോയിട്ട് വരുവാണെന്ന്. പെട്ടിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. എല്ലാം എടുത്ത് തീർന്നോ? ചെരുപ്പുകൾ കണ്ടോ, എത്ര കൂട്ട് ചെരുപ്പാണ് ഞങ്ങൾ കൊണ്ടുപോയെന്ന് കണ്ടോ. ഓക്കെ, എല്ലാം എടുത്തല്ലോ. അതാണ്ട് അമ്മ ഞങ്ങൾക്ക് പിന്നെ എന്തോ ഇത് നെല്ലിക്ക ഉപ്പിലിട്ടത്. അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചാച്ചാ.